നാരായണായ. മഹാഭാഗവതം അധ്യായം 43. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കലികാല വർണ്ണന. വ്യാസപുത്രൻ പറഞ്ഞു, രാജപുങ്കവ, കലികാലം ഏത് വിധമായിരിക്കുമെന്ന് ഏതാണ്ട് അങ്ങേക്ക് ഊഹിക്കാൻ കഴിയും. അങ്ങ് കലിയെ കീഴമർത്തിയവനാണല്ലോ. എങ്കിലും കലികാല അനുഭവങ്ങളെ സംക്ഷിപ്തമായി ഞാൻ പ്രതിപാദിക്കാം, കേട്ടാലും. കലികാലത്ത് ദൈവഭക്തി മനുഷ്യരിൽ വളരെ കുറയും. ദേവപൂജകളും യാഗങ്ങളും ഇല്ലാതെയാകും. ഭൂലോകവും സ്വർലോകവും തമ്മിലുള്ള ബന്ധങ്ങൾ വിടും. ദേവകൾ ഭൂമിയിൽ വരാതെയാകും. മഹർഷികൾ മഹിയിൽ നിന്നും എന്നേക്കുമായി മറയും. രാജാക്കന്മാർ അധർമ്മികളായി പ്രജകളെ പീഡിപ്പിച്ച് ധനം സമാർജിക്കും. രാജാക്കന്മാരെ പ്രജകൾ വധിച്ചും നിഷ്കാസനം ചെയ്തും കാലാന്തരത്തിൽ രാജഭരണം അവസാനിക്കും. ഭൃത്യന്മാർ യജമാനന്മാരായും യജമാനന്മാർ തെണ്ടികളായും തീരും. പുണ്യധർമാദികൾ വെടിഞ്ഞ് ധനത്തിനു വേണ്ടി മനുഷ്യൻ എന്ത് കഠിന പ്രവൃത്തിയും ചെയ്യും. കളവും വഞ്ചനയും വർദ്ധിക്കും. സത്യവും സദാചാരവും നാട്ടിൽ നിന്ന് മറയും. തൽസ്ഥാനത്ത് അസത്യവും വഞ്ചനയും തഴച്ചു വളരും. ആത്മാർത്ഥത എന്നുള്ളത് ഒരിക്കലും ആരിലും കാണുകയില്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും വഞ്ചിക്കും. പാതിവൃത്യമെന്ന പരിശുദ്ധി സ്ത്രീകളിൽ തീരെ ഇല്ലാതെയാകും. പുരുഷന്മാരെ തേടി സ്ത്രീകൾ സ്വൈരിണികളായി സഞ്ചരിക്കും. ശുദ്ധമായ പ്രേമം ദമ്പതികളിൽ കാണുകയില്ല. രതിസുഖം മാത്രമായിരിക്കും ഭാര്യ ഭർത്തൃബന്ധത്തിനുള്ള അടിസ്ഥാനം. സുരതം സുഖമെന്ന് കണ്ട് പത്നിയുടെ സഹോദരിമാരെയും മാതാവിനെയും സ്വന്തം സഹോദരിയെപ്പോലും മൃഗത്തെപ്പോലെ മനുഷ്യൻ ഭോഗിക്കാൻ തുടങ്ങും. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രമായിരിക്കും മാതാപിതാക്കൾ പുത്രന്മാരെ സ്നേഹിക്കുന്നത്. മക്കൾക്കും മാതാപിതാക്കളോട് ഹൃദയംഗമമായ സ്നേഹം ഉണ്ടാകുന്നതല്ല. ധനമുള്ളവൻ പെരിയവനായിത്തീരും. ധനത്തിനു വേണ്ടി എന്താധർമ്മം ചെയ്യാനും മനുഷ്യൻ മടിക്കുകയില്ല. സ്ത്രീവധം, ബാലവധം, ബ്രാഹ്മണവധം മുതലായവയും അതിനുവേണ്ടി നടക്കും. ദ്രവ്യം ആർക്കും ഉപയോഗപ്രദമാകാത്ത വിധം മണ്ണിൽ കുഴിച്ചിട്ട് ദ്രവ്യനാശവും അവർ വരുത്തും. സമ്പാദ്യമായിരിക്കും അവരുടെ ഉദ്ദേശ്യം. മനുഷ്യായുസ് അന്ന് വളരെ കുറയും. എങ്കിലും ആശയ്ക്ക് അതിരില്ലാതെയാകും. ബ്രാഹ്മണ വൃത്തിക്കും അന്ന് കോട്ടം തട്ടും. പൂണുനൂൽ മാത്രമായിരിക്കും ബ്രാഹ്മണർക്കുള്ള അടയാളം. ജപദാനാദികളും ശുദ്ധമായ സാത്വിക ജീവിതവും അവർ കൈവെടിയും. സന്യാസിമാർ കപടവേഷധാരികളായിത്തീരും. ഉദരപൂരണത്തിനു വേണ്ടി താടിയും ജടയും വളർത്തി കാഷായവും ധരിച്ചവർ തീർത്ഥാടനത്തിനിറങ്ങുന്നു. മാദകമായ മദ്യത്തിൽ മനുഷ്യന് ആസക്തി പെരുകും. മധുവും മധുവാണിയും വശീകരണ ഉപാധികളായിത്തീരും. ഗുരുശിഷ്യ ബന്ധത്തിന് ശൈഥില്യം സംഭവിക്കും. തരം കിട്ടിയാൽ ഗുരുപത്നിയെ ശിഷ്യനും ശിഷ്യപത്നിയെ ഗുരുവും പരിഗ്രഹിക്കും. പ്രകൃതിയോട് പോലും മനുഷ്യൻ മത്സരത്തിന് തയ്യാറാകും. തന്മൂലം പ്രകൃതികോപങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കും. കാലാകാലങ്ങളിൽ വർഷപാതമില്ലാതെ കൃഷിനാശം സംഭവിക്കും. തന്മൂലം ദാരിദ്ര്യവും വർദ്ധിക്കും. മനുഷ്യന്റെ ആയുസ് പോലെ അവന്റെ ദേഹബലവും ദൈർഘ്യവും ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. വേദപുരാണങ്ങളെ കള്ളച്ചരക്കായി കണക്കാക്കി ദൈവത്തിന്റെ ആസ്തിക്യത്തെ മനുഷ്യർ അപഹസിക്കാൻ തുടങ്ങും. അങ്ങനെ പാഷണ്ഡികളായ മനുഷ്യർ കലിയുഗത്തിൽ വർദ്ധിക്കും. പ്രകൃതികോപം മൂലമുണ്ടാകുന്ന നാശങ്ങളും അകാല മരണങ്ങളും പലവിധ രോഗങ്ങളും ഇക്കാലത്ത് കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമി പണ്ടത്തെ പോലെ വിളയുകയില്ല. വൃക്ഷങ്ങൾ വേണ്ടവണ്ണം കാഫലം തരികയില്ല. ദാരിദ്ര്യം വർദ്ധിച്ച് എവിടെയും കലാപങ്ങൾ നടമാടും. വീടുകൾ അങ്ങാടി പോലെയാകും. വർത്തകർ കൊള്ളലാഭമെടുത്ത് കുബേരന്മാരായി ഒടുവിൽ സ്വയം നശിക്കും. ഇനി പറയുന്നത് കൽക്കിയുടെ അവതാരത്തെക്കുറിച്ചാണ്. ഇപ്രകാരം കലിയുഗത്തിൽ അധർമ്മങ്ങളും അക്രമങ്ങളും പെരുകി ഭൂമിക്ക് ഭാരം ദുർവഹമായി വർദ്ധിക്കുമ്പോൾ ത്രിഭുവന വിഭുവായ ഭഗവാൻ ശ്രീനാരായണൻ ശബളം എന്ന ഗ്രാമത്തിൽ എത്രയും ഭക്തോത്തമനായ വിഷ്ണു യശസ് എന്ന അന്തണസത്തമന്റെ പുത്രനായി ശ്രാവണ മാസത്തിൽ, അതായത് ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ കൽക്കി എന്ന നാമധേയത്തിൽ അവതീർണനാകും. തന്നിലുള്ള അണിമാതി ദിവ്യേശ്വര യോഗ മഹിമയാൽ അദ്ദേഹം
വായുതുല്യ വേഗമുള്ള ഒരു അശ്വത്തിന്മേൽ കയറി പാരിടം പരക്കെ പര്യടനം ചെയ്ത് ദുഷ്ടന്മാരെയും അധർമ്മികളെയും പാഷണ്ഡികളെയും പാടെ നിഗ്രഹിച്ച് ശർമ്മധർമാദികൾ പുനഃസ്ഥാപിക്കും. സുഗന്ധപൂർണമായ അംഗരാഗത്തെ ഭക്തവൃന്ദങ്ങൾക്ക് നൽകി അതിൽ നിന്നും നിർഗമിക്കുന്ന പരിമള സ്പർശത്താലും പാപികളുടെ വംശത്തെ അദ്ദേഹം ഉന്മൂലനാശം ചെയ്ത് പാർത്തലം പരിശുദ്ധമാക്കി തീർക്കും. അനന്തരം അദ്ദേഹം വിഷ്ണുവിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും. അപ്രകാരം കലികാലത്തുണ്ടാകുന്ന സർവ അധർമ്മികളെയും പാപികളെയും പാഷണ്ഡന്മാരെയും ജഗൽപതി കൽക്കിയായി അവതരിച്ച് നിധനം ചെയ്തതിനു ശേഷം ജലജോത്ഭവനായ ബ്രഹ്മദേവനോട് വീണ്ടും സൃഷ്ടികർമ്മം തുടരുവാനായി ആജ്ഞാപിക്കും. അന്നു മുതൽ പുണ്യവാന്മാരും സദ്വൃത്തരുമായ മർത്യന്മാർ മഞ്ഞിടത്തിൽ ജാതരായി തുടങ്ങും. അന്ന് വീണ്ടും കൃതയുഗം ആരംഭിക്കും. എന്ന് കൽക്കിയുടെ അവതാരവാഴ്ച അവസാനിക്കുന്നുവോ അന്നു മുതൽക്കാണ് വീണ്ടും കൃതയുഗത്തിന്റെ ആരംഭം. കൽക്കിയുടെ അവതാര സമയത്ത് ചന്ദ്രനും സൂര്യനും വ്യാഴവും ഒന്നിച്ച് കർക്കടകം രാശിയിൽ പുണ്യനക്ഷത്രത്തിൽ വരും. കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 1200 ദേവവർഷങ്ങൾ അഥവാ 4,32,000 മനുഷ്യവർഷങ്ങൾ കഴിയുമ്പോൾ കലിയുഗം അവസാനിച്ച് വീണ്ടും കൃതയുഗം ആരംഭിക്കുന്നു. ഇപ്രകാരം ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശിച്ച മഹൽ തത്വങ്ങളും ഭഗവത് കഥകളും സൂതൻ ശൗനകാദികളെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ശൗനകൻ സംതൃപ്തിയോടെ ഉര ചെയ്തു. ഹേ സൂത, അങ്ങയുടെ മുഖത്തു നിന്നും വഴിയുന്ന പുണ്യ പുരാണ പൂനിലാവിന്റെ പ്രകാശത്താല് സംസാരമായ അന്ധകാരം അകന്നുപോയിരിക്കുന്നു. ആ നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പുത്രകളത്ര ശിഷ്യാദികളോടും വംശാഭിവൃദ്ധിയോടും കൂടി അങ്ങ് സൂതപൗരാണികനായി ചിരകാലം വാഴുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൽപ്പാന്ത പ്രളയകാലത്ത് പരബ്രഹ്മമായ ജഗൽപതി ജനാർദ്ദനന്റെ അവസ്ഥ എന്താണെന്ന് കൂടി അങ്ങ് ഞങ്ങളെ പറഞ്ഞു ധരിപ്പിക്കണം. സൂതൻ പ്രതിവചിച്ചു. തപോധനന്മാരെ, പ്രളയവാരിധിയിൽ വിരാട് പുരുഷനായ വിഷ്ണുവിന്റെ അവസ്ഥ എന്താണെന്ന് മാർക്കണ്ഡേയ മുനിയുടെ ഒരു അനുഭവ കഥയിൽ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം. ബാക്കി നമുക്ക് നാളെ പറയാം.